ഹലോ വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ്. ട്രിപ്പല്ല, ആക്ച്വലി സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. അങ്ങനെ വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് നമ്മളും ഭക്ഷണമൊക്കെ കഴിച്ചാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഒരു സ്റ്റേക്കേഷന് പോകണം എന്നുള്ളത് കേട്ടോ. എസ്പെഷ്യലി ഞങ്ങൾ പോകുമ്പം ഏറ്റവും വലിയ പ്രയോറിറ്റി സ്വിമ്മിംഗ് പൂളുള്ളൊരു റിസോർട്ടിൽ പോകണം എന്നായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മളൊരു കോക്കനട്ട് വാട്ടറൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി നിയനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും താഴെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് സ്റ്റേക്കേഷൻ. നമ്മൾ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയുടെയൊക്കെ ഇടയ്ക്ക് മെനി ടൈംസ് നമുക്ക് ഫാമിലിയുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല. അപ്പം നമ്മൾ തന്നെ ഒരു ഡേറ്റ് കണ്ടുപിടിച്ച് സമയം കണ്ടുപിടിച്ച് ഫാമിലിക്ക് വേണ്ടി ഒരു ഡേ ഒരു 2 ഡേ ഫുൾ കംപ്ലീറ്റ്ലി ജോലിയുടെ സ്ട്രെസ്സ് സ്ട്രെയിൻ എല്ലാം മാറ്റി വെച്ചിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തത്. ശരിക്കും ഇത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും ഓരോരോ കാര്യങ്ങൾ കാരണം മുമ്പോട്ട് പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി പോവാണ്. നമ്മൾ കുമളിയിലാണ് താമസിക്കുന്നത്. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കാണാൻ. ഞാൻ ഇതിനിടയ്ക്ക് വീഡിയോസ് ആഡ് ചെയ്യാം. ഈ വീഡിയോസൊക്കെ ഡാഷ് ക്യാമിൽ നിന്ന് എടുത്താൽ കേട്ടോ. ഡാഷ് ക്യാം ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ ഫോൺ ഇങ്ങനെ തുറന്നു പിടിച്ചൊന്നും ഇരുന്നില്ല. ഇതിൽ നിന്ന് തന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നല്ല വിഷ്വൽസ് കിട്ടി. ഞാൻ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നോർത്താണ് ഫുള്ളായിട്ടും ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. അപ്പം അങ്ങനെ വളരെ മനോഹരമായ കേരളത്തിൻ്റെ തനതായ ഭംഗിയൊക്കെ ആസ്വദിച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് അടിപൊളിയൊരു യാത്ര തന്നെയായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ കുറേ ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലി ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. സത്യം പറയാലോ, എൻ്റെ ലൈഫിൽ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വേസ്റ്റ് ബിരിയാണിയാണ്. നമ്മൾ സബോള വാട്ടിയതൊക്കെ ഉണ്ടാക്കില്ലേ ചോറിനല്ല ചപ്പാത്തിക്ക്, അതുപോലത്തെ ഒരു ഐറ്റം ബിരിയാണി റൈസിലിട്ട് തന്നു. അതെല്ലാം കഴിച്ച് കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പം നമ്മുടെ റിസോർട്ടെത്തി. സെറൈൻ ഹൊറിസോൺ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. വളരെ ന്യൂലി, അതായത് ഒരു 1 ഇയർ മാത്രം പ്രായമുള്ളൊരു റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നന്നായി നമുക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അവിടുത്തെ സ്റ്റാഫ്. ഫ്രം ബീയിങ് ദ പേഴ്സൺ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്, അതായത് സെക്യൂരിറ്റി തൊട്ട് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളെ നന്നായി ടേക്ക് കെയർ ചെയ്തു. ഒരുപാട് തരത്തിലുള്ള റൂംസ് ഉണ്ട്. നമ്മളെടുത്ത കോട്ടേജസ് ആണ്. സത്യം പറയാമല്ലോ, ആ ഒരു കോട്ടേജിൻ്റെ ഏരിയയിലേക്ക് കയറിയപ്പം ഐ ഫെൽറ്റ് ലൈക്ക് നമ്മൾ നാട്ടിലല്ല, വി ആർ ഇൻ ഏതൊരു കൺട്രിയിൽ പോയ ഒരു ഫീലാണ്. അതുപോലത്തെ ആർക്കിടെക്ചറാണ് അവർ ചെയ്തു വച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തൊരു ഫോട്ടോജനിക്കാണെന്നറിയോ ഒരു സ്ഥലം കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാതെ പോയൊരു റിസോർട്ടാണ്. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ട്രൈ ദിസ് ഔട്ട്. നീറ്റ്, ക്ലീൻ, ഹൈജീനിക്, എല്ലാം കൊണ്ടും ഒരു അടിപൊളി റിസോർട്ടാണ്. ഇഫ് യു ആർ പ്ലാനിങ് വിത്ത് യുവർ ഫാമിലി ഓർ വിത്ത് ഫ്രണ്ട്സ് ഒരു ട്രിപ്പ് പോലെ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ദിസ് വൺ വിൽ ബി ദ ബെസ്റ്റ് ഇൻ കുമളി. കാരണം നമുക്ക് ട്വിൻ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് പോകുമ്പോഴത്തേക്ക് 2 കോട്ടേജ് അടുപ്പിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും രസമുണ്ടാവും. ഈ റൂംസ് എന്ന് പറഞ്ഞാൽ താഴെ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ ലിവിങ് ഏരിയ, TV ഒക്കെ ഉള്ളൊരു സ്പേസ്, പിന്നെ ഒരു വാഷ്റൂം, പിന്നെ മുകളിലേക്ക് സ്റ്റെയർ കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. എന്ത് ഭംഗിയിലാണെന്നറിയോ ചെയ്തേക്കുന്നത്. നമുക്ക് ശരിക്കും നമ്മളൊരു കുഞ്ഞു വീട്ടിൽ, നമ്മുടെ മിനിയേച്ചറായിട്ടുള്ളൊരു വീട്ടിൽ താമസിക്കുന്ന അതേ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഞങ്ങളുടെ പേരൻസിനും ഞങ്ങൾക്കും തൊട്ടടുത്തടുത്തുള്ള 2 റൂംസാണ് കിട്ടിയത്. ക്ലീൻ ആൻഡ് നീറ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ പുതിയതായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് തോന്നുമായിരുന്നു. പിന്നെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റൂമൊക്കെ ചുറ്റി കണ്ട് ചുമ്മാ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും നീയ ചുമ്മാ TV ഒക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. നീക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ എല്ലാവർക്കും.
അപ്പോഴേക്കും നമുക്ക് അവർ ഒരു ബൗളിൽ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നു, ലൈക്ക് വെൽക്കം ചെയ്യാൻ രീതിയിൽ. പിന്നെ നമ്മളൊന്ന് ഫ്രഷ്നപ്പ് ആയിട്ട് പൂളിൽ പോയി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങൾ പൂളുള്ള റിസോർട്ടായിട്ട് എന്തിനാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ആയിട്ട് പൂളിൽ ടൈം സ്പെൻഡ് ചെയ്യണം. മെയിൻലി വി വോണ്ട് ടു സീ ഹർ എൻജോയിങ്. അപ്പം നന്നായി എൻജോയ് ചെയ്തു. ഒരു 1.5-2 മണിക്കൂർ കംപ്ലീറ്റ്ലി പൂളിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ആദ്യം ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഫാമിലീസൊക്കെ വന്നു. അപ്പോൾ കുറച്ചുകൂടി രസമായി, വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളും നന്നായി എൻജോയ് ചെയ്തു, നമ്മളും നന്നായി എൻജോയ് ചെയ്തു. ഇതിനകത്ത് കുറേ തമാശ വീഡിയോസ് ഉണ്ട്, അതൊന്നും ഞാൻ ഇടാത്തതാണ്, കാരണം അത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ശരിയാവില്ല. സോ അങ്ങനെ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് നല്ല നല്ല വീഡിയോസ് മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത്. നല്ല വൃത്തിയുള്ള, നല്ല നീളമുള്ള, ഇൻഫിനിറ്റി പൂൾ പോലെ തോന്നുന്ന ഒരു പൂളാണ്. ആക്ച്വലി ഇൻഫിനിറ്റി പൂൾ തന്നെയാണ്, കാരണം അപ്പുറ സൈഡിലേക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അടിപൊളിയാണ്. ഇനി രാത്രിയിലെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. രാത്രിയിലെ വ്യൂ പ്ലസ് രാത്രിയിലെ ക്ലൈമറ്റ്, ഇതവരുടെ എന്താണ് റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. നമ്മൾ ചായ കുടിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ചായ കുടിക്കുമ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് പോകും, അപ്പോൾ വരുമ്പോഴേ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് ലൈറ്റായിട്ട് ഡിന്നർ കഴിച്ചു. അതിനുശേഷം ചുമ്മാ പുറത്തൂടെയൊക്കെ നടന്നു. ഒരു ചെറിയ ജിമ്മുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ആക്ച്വലി നമ്മൾ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ഇഫ് വി ആസ് ദം, അവർ നമുക്ക് ക്യാമ്പ് ഫയറും എല്ലാം അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ ഫുൾ നൈറ്റൊക്കെ അവിടെ ഒന്ന് എൻജോയ് ചെയ്ത് പിന്നെ റൂമിൽ വന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് സംസാരിച്ച് എന്താ പറയുക, ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു, എല്ലാം നല്ലതായിരുന്നു, കുറ്റമൊന്നും പറയാനില്ലായിരുന്നു. സോ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, നല്ലൊരു ഡേ.